മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ഒരു പ്രാന്തപ്രദേശത്തെ ലോകശ്രദ്ധയിലേക്ക് ആകർഷിക്കും വിധം പുനരുജ്ജീവിപ്പിച്ചെടുത്ത ഒരു വിജയഗാഥ. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ 2016 തുടക്കമിട്ട മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ വിജയഗാഥ അനേകർക്ക് തൊഴിലും തണലുമായി വേറിട്ട വഴികളിലൂടെ വിജയത്തിന്റെ പൊന്തൂവലേന്തി മുൻപോട്ടേക്കുള്ള യാത്ര. മാലിന്യങ്ങൾ തട്ടിയിരുന്ന കുന്നംകുളം കുറുക്കമ്പാറ ദേശത്ത് 2016 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗവേഷണ വിഭാഗമായ IRTCയുടെ നിർദ്ദേശ സഹായങ്ങളോടുകൂടി ചകിരിച്ചോർ വളമാക്കുന്ന യൂണിറ്റ് ആരംഭിക്കുകയും നഗരസഭാ പരിധിയിൽ നിന്നും സംഭരിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ അന്നു തന്നെ സംസ്കരിക്കുവാൻ സാധിക്കുന്ന എയറോബിക് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആണ് വളനിർമ്മാണത്തിനായി സ്വീകരിച്ചത്. വായു സമ്പർക്കത്തിലൂടെ നടക്കുന്ന മാലിന്യ സംസ്കരണമാണ് എയറോബിക് കമ്പോസ്റ്റിംഗ്. സംസ്കരണത്തിനായി മാലിന്യം ക്രമീകരിക്കുന്ന രീതിക്കാണ് വിൻഡ്രോ എന്ന് പറയുന്നത്. 60 സെന്റിമീറ്റർ ഉയരത്തിലും 1 മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ അത്ര നീളത്തിൽ മാലിന്യം നിരത്തുകയും ജൈവാവശിഷ്ടങ്ങളിലെ ജലം വലിച്ചെടുക്കുന്നതിനായി ചകിരിച്ചോർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. കമ്പോസ്റ്റിംഗ് വേഗത്തിലാക്കുന്നതിന് ബാക്ടീരിയ നിറഞ്ഞ ഇനോക്കുലം 1 ടൺ മാലിന്യത്തിന് 200 കിലോ അനുപാതത്തിൽ ചേർത്ത് 10 ദിവസത്തിൽ ഒരിക്കൽ ഇളക്കിയിട്ട് 40 ദിവസത്തിന് ശേഷം ബ്രാൻഡഡ് ജൈവവളമാക്കി വിൽക്കുന്നു. ോളം വീടുകളിൽ മാലിന്യ സംസ്കരണത്തിനായി 1800 രൂപയുടെ ജൈവ മാലിന്യ സംസ്കരണ ഉറവിട ഉപകരണങ്ങൾ 180 രൂപയ്ക്ക് നൽകുകയും വീടുകളിലെ മാലിന്യത്തിനൊപ്പം ബയോബിന്നിൽ ആവശ്യമായ കമ്പോസ്റ്റ് മീഡിയം വളനിർമ്മാണശാല 180 രൂപ നിരക്കിൽ നൽകുകയും ചെയ്തു. നമസ്കാരം, ഞാൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാദേവിന്റെ. 2016 കുന്നംകുളം നഗരസഭയിലെ ജൈവമാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന പ്രവർത്തനം ആരംഭിച്ചത്. ജൈവമാലിന്യം വളമാക്കി മാറ്റുന്നതിന് ഞങ്ങളതിൽ ചേർത്തിരുന്നത് ഇനോക്കുലം കയർപ്പിത്താണ്. ഈ കയർപ്പിത്ത് അന്ന് ഞങ്ങൾക്ക് പൊള്ളാച്ചിയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പിന്നീട് അത് കൃത്യമായി ഞങ്ങൾക്ക് ലഭിക്കാൻ പ്രയാസം അനുഭവപ്പെട്ട സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ഞങ്ങളുടെ സ്ഥലം മാലിന്യ സംസ്കരണം കാണുന്നതിന് വേണ്ടി ഇവിടെ സന്ദർശിക്കേണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഈ വിഷയം അദ്ദേഹത്തിനെ ബോധിപ്പിക്കുകയും അതിന് പരിഹാരമായി ചകിരി ശേഖരിക്കാനും അത് ചകിരി കയർപ്പിത്തും അതുപോലെ തന്നെ ചകിരിനാരുമായി ഡീഫൈബ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരാമെന്ന് പറയുകയും അതിനാവശ്യമായ കെട്ടിടം ഞങ്ങൾ പണിതു. അതിന് ഈ ചകിരി ഡീഫൈബ്രേഷൻ നടത്തുന്നതിന് വേണ്ടി അതിനുള്ള മെഷീനറീസ് പൂർണ്ണമായും ആലപ്പുഴയിലെ ചകിരി കോയർ ഫാക്ടറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി, ഗവൺമെൻറ് സഹായത്തോടുകൂടി ഞങ്ങൾക്ക് പൂർണ്ണമായും സബ്സിഡി ആയിട്ടാണ് ലഭിച്ചത്. 2016 മുതൽ ഞങ്ങൾ ആരംഭിച്ച ആ ഒരു പ്രവർത്തനം, മാലിന്യ സംസ്കരണം, ഇന്ന് കേരളം തന്നെ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഏറ്റവും നല്ല വള നിർമ്മാണശാല, ഇപ്പോൾ മാലിന്യം എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു വളനിർമ്മാണശാലയായിട്ടാണ് ഞങ്ങളിന്നിപ്പോൾ അത് ആ പ്രദേശം തന്നെ ഗ്രീൻ പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് കൃത്യമായും ഇതിപ്പോൾ രണ്ടും കൂടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണ്. ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ പോയിട്ട് അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു. അതിനുവേണ്ടി 84 പേര് ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്നതിന് ആവശ്യമായ ഈ ചകിരിച്ചോറ് ഞങ്ങളുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു ഹരിത ഗ്രൂപ്പ് രൂപം കൊടുത്തിരുന്നു. ആ 6 പേരാണ്, അവരാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുക. അതിൻ്റെ വരുമാനം എടുക്കുക, അതിൽ നിന്നാണ് അവരുടെ ഈ ചെലവ് കഴിച്ചിട്ടുള്ള സംഖ്യ കൊണ്ട് അവരുടെ ശമ്പളം മറ്റ് കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നത്.
അത് ചകിരി 1 രൂപ 40 പൈസ ഒരു തൊണ്ടിന് എന്ന രീതിയിലാണ് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ സാധാരണ തെങ്ങ് കർഷകരിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ ടെൻഡർ വിളിച്ച് ഞങ്ങൾക്ക് ചകിരി കൊണ്ടുവരുന്നത് 1 രൂപ 40 പൈസയ്ക്കാണ്. അതിൽ നിന്നുണ്ടാകുന്ന ചകിരിച്ചോറ് ഞങ്ങൾക്ക് വളം നിർമ്മിക്കുന്നതിന് ആവശ്യം കഴിച്ച് ബാക്കി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ചകിരിനാര് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബേബി ഫൈബർ ഇവിടെ പ്രാദേശികമായിട്ട് തന്നെ തെങ്ങ് കർഷകരൊക്കെ ചൂടുകാലത്ത് തടത്തിൽ തണലേകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈർപ്പം കിട്ടുന്നതിന് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഇടാനും അതുപോലെ തന്നെ ഈ ഇഞ്ചി മഞ്ഞൾ കൃഷിക്കൊക്കെ പുത ഇടാനൊക്കെ ആയിട്ട് ഈ ബേബി ഫൈബറും നല്ല കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും നല്ല രീതിയിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇത് രണ്ടും സംയുക്തമായിട്ട് ജൈവമാലിന്യ പ്ലാന്റ് അത് വളമാക്കി മാറ്റുന്ന വളനിർമ്മാണശാലയും ഈ ചകിരി ഡീഫൈബറിംഗ് യൂണിറ്റും കൂടി ഒന്നിച്ചു പോകുന്നതുകൊണ്ടാണ്. ഇത് എല്ലാ നഗരസഭകൾക്കും ഒരു മാതൃകയാക്കി ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് അത് കയറ്റി അയക്കാനും അത് കല്ലറ്റാക്കാനുമുള്ള സംവിധാനം ഇന്ന് കുന്നംകുളം നഗരസഭയിൽ നിലവിലുണ്ട്. ഇപ്പോൾ 2016 മുതൽ ഇതുവരെ ഒരു തടസ്സം കൂടാതെ ഈ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. ഇതിനെല്ലാം ഉള്ള സാങ്കേതിക സഹായം ചെയ്യുന്നത് പാലക്കാട് IRTC ആണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു മുന്നേറ്റമാണ്. മാലിന്യ സംസ്കരണം എന്നത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളിയാണ്. ഒരുപാട് കാലങ്ങളായി 1948 രൂപീകരിച്ച നഗരസഭ ഒരുപാട് കാലം ഈ 2016 വരെയും ഈ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളിയും പ്രക്ഷോഭവും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം, മാലിന്യമില്ലാത്ത ഒരു പ്രദേശമായി 5 ഏക്കർ ഭൂമിയാണ് നഗരസഭയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആ 5 ഏക്കർ ഭൂമിയും ഇന്ന് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇത് പഠിക്കുന്നതിന് വേണ്ടി വരുന്നതുകൊണ്ട് ഒരു പഠന ഗവേഷണ കേന്ദ്രം തന്നെ അതിന് ആവശ്യമായ സജ്ജീകരണങ്ങളോടുകൂടി ഒരു കെട്ടിടം പഠന ഗവേഷണ കേന്ദ്രം കൂടി ഞങ്ങളവിടെ തയ്യാറാക്കിയിരിക്കുക. കെട്ടിടമൊക്കെ പണി പൂർത്തീകരിച്ചിരിക്കുക. അപ്പൊ എന്തായാലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയായി എന്ന് തന്നെ പറയാം. ഇത് ഇന്ന് കൃത്യമായി അവിടെ പരിപാലിച്ചു പോവുകയാണ്. അപ്പോൾ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതൊരു മാതൃകയായി എടുക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.